ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം കിരിയാത്ത് എന്ന ഒരു ദിവ്യ ഔഷധത്തെ പറ്റിയാണ്. ഈ കാണുന്ന സസ്യമാണ് കിരിയാത്ത്. ഇത് നിങ്ങളുടെ തൊടിയിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം. അതായത് റോഡ് വക്കിലൊക്കെ ഇതുപോലെ ഇങ്ങനെ അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള ഒരു സസ്യമാണ് ഈ കിരിയാത്ത്. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ. ഇത് ഷുഗറിനെതിരായിട്ട് ഏറ്റവും ഒരു ദിവ്യ ഔഷധമായിട്ടാണ് സസ്യശാസ്ത്രത്തിലും അതേപോലെ ആയുർവേദത്തിലും എല്ലാം പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയ്ക്ക് കയ്പ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കയ്പ്പാണ്. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കടിച്ചാൽ പോലും നമുക്ക് ഇച്ചിരി പഞ്ചസാര എടുത്ത് നാക്കയിലിട്ടില്ലെങ്കിൽ ആ കയ്പ്പ് മാറത്തില്ല, അതുപോലുള്ള കയ്പ്പാണ്. ഇത് ഷുഗർ കുറയ്ക്കുന്നതിൽ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഷുഗറൊക്കെ ഒരുപാട് കൂടുതലുള്ളവർക്കൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യമേ പറയട്ടെ, നിങ്ങൾ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം ഇത്തരത്തിലുള്ള അറിവുകളെന്ന് പറഞ്ഞാൽ പകർന്നു കിട്ടുന്ന അറിവുകളാണ്. എന്നിരുന്നാലും നിങ്ങൾ ഇത്തരത്തിലുള്ള ആയുർവേദ മരുന്നുകളോട് കഴിച്ച് നോക്കണം. ഇപ്പം ഈ ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഒത്തിരി ഔഷധങ്ങളുണ്ട് ഈ ഷുഗർ കുറയ്ക്കുന്നതിന്. പക്ഷേ അതിനേക്കാട്ടിൽ ഈ നിലവിലിപ്പം അറിവുള്ളതിൽ ഏറ്റവും കൂടുതൽ ഷുഗറിനെ കുറയ്ക്കുന്നത് ഈ കിരിയാത്തിനെയാണ്. അതിന് ചില സ്ഥലങ്ങളിൽ ഷുഗർ കൊല്ലി എന്നൊക്കെ അറിയപ്പെടും, ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ. ഇത് ചെറിയ തണ്ടുകൾ ഒടിച്ച് നട്ടാൽ പോലും കാട് പോലെ വളരുന്ന ഒരു സസ്യമാണിത്. ഇത് ചെറിയ പൂക്കളുണ്ടായി താഴത്തെ കായുണ്ടായി അത് പൊട്ടി ചെതറിപ്പോവും. അങ്ങനെ പലയിടത്തായിട്ട് സ്പ്രെഡ് ആവും. ഇത് നമ്മുടെ എല്ലാ അങ്ങാടിക്കടയിലും കിട്ടും ഈ ഒരു സസ്യത്തിൻ്റെ. അതായത് കൊതുകിന് എതിരായിട്ട് നമ്മൾ പുകയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഷുഗറിനെ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഇല ഈ തണ്ട് ഉൾപ്പെടെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിനെ ചൂടുവെള്ളത്തിലിട്ട്, അതായത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. വെട്ടി തിളപ്പിച്ചതിന് ശേഷം വെറും വയറ്റിൽ ഒരു 10-20 ദിവസം അടുപ്പിച്ച് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഷുഗർ കുറഞ്ഞിരിക്കും. അത് 100% ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ കയ്പ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ കഴിക്കാവൂ. അതുപോലുള്ള കയ്പ്പാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഞാനൊന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആ കയ്പ്പ് മാറണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് നാക്കയിലൊന്ന് തേക്കാതെ പറ്റത്തില്ല, അതുപോലുള്ള കയ്പ്പാണ്. പിന്നെ അതേപോലെ ഞാനിത് പ്രധാനമായിട്ടും കൃഷിക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല വെച്ചിട്ട് പിന്നെ ഈ കിരിയാത്ത് എമൽഷൻ എന്ന് പറഞ്ഞുണ്ടാകും. അതായത് ഇതും പിന്നെ സോപ്പിൻ്റെ പതയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ കീടങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കും. അത് നല്ല എഫക്റ്റീവാണ്. ഇത് കുറച്ച് ഇല തണ്ടുൾപ്പെടെ എടുത്ത് ഒടിച്ച് വെട്ടി ഒരു പാത്രത്തിലിടും. എന്നിട്ട് അത് ഒരു ദിവസവും ഇട്ടേക്കും. എന്നിട്ട് പിറ്റേ ദിവസം അത് അരിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു 2-3 തുള്ളി നമ്മുടെ ഈ ലിക്വിഡ് സോപ്പ്, പ്രില്ലോ പിന്നെ അതേപോലെ വിമ്മോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അങ്ങ് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കീടങ്ങളും പുഴുക്കളും ഒന്നും അതിനകത്ത് നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സസ്യങ്ങളൊക്കെ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇത്തരത്തിലുള്ള സസ്യങ്ങൾക്ക് ഔഷധ ഗുണങ്ങളെക്കുറിച്ചും പലർക്കും അറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു തണ്ട് ഇത് കണ്ടില്ലേ, ഇത് ചെറിയൊരു തണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഇപ്പോൾ ഏകദേശം ഈ ഒരു തണ്ട് പൊടിച്ച് വെച്ചാൽ പോലും നല്ലപോലെ കാട് പോലെ വളരും. മഴക്കാലത്താണ് ഇത് നല്ല പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സസ്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുക. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.